നേതാക്കളുടെ മക്കൾ കാരണം CPM-നെ പ്രതിരോധത്തിലാക്കിയ രണ്ട് കേസുകൾ. ഒന്ന് ബിനീഷ് കോടിയേരിക്കെതിരായ ED കേസ്. ഇപ്പോൾ ഇതാ വീണ വിജയനും എക്സാലോജിക്കിനുമെതിരായ ROCയുടെ അന്വേഷണം. ഈ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ വിജയനും എക്സാലോജിക്കിനുമെതിരെ അന്വേഷണം നടക്കുന്ന സമയത്ത് വലിയ തോതിൽ പ്രതിരോധം തീർക്കുന്നുണ്ട് CPM. പക്ഷേ ബിനീഷ് കോടിയേരിയുടെ വിഷയം വന്ന സമയത്ത് ഈ രീതിയിലുള്ള പ്രതിരോധം കണ്ടില്ല. ബിനീഷ് കോടിയേരിയുടെ പിതാവും അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി പറഞ്ഞത് തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന തരത്തിലുള്ള പ്രതികരണമാണ്. CPM-ൽ രണ്ട് നീതിയോ? ഇതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. രണ്ട് അതിഥികൾ നമുക്കൊപ്പം ഉണ്ട്, റെജി ലൂക്കോസും അനൂപ് വിയാറും. ഇടതുപക്ഷ സഹയാത്രികൻ റെജി ലൂക്കോസും കോൺഗ്രസ് നേതാവ് അനൂപ് വിയാറും, രണ്ടുപേർക്കും ചർച്ചകളിലേക്ക് സ്വാഗതം. ആദ്യം അനൂപിലേക്കാണ്. അനൂപ്, ഇതിപ്പോ പ്രതിപക്ഷം എന്തായാലും എക്സാലോജിക്കിനെതിരായ വീണ വിജയനെതിരായ അന്വേഷണം വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. അപ്പോൾ മുൻപ് ബിനീഷ് കോടിയേരി വിഷയം വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇതിൽ പ്രതിപക്ഷം ശ്രദ്ധിക്കുന്നത്, അതായത് അന്ന് ബിനീഷ് കോടിയേരി വിഷയത്തിൽ തീർത്തതിനേക്കാൾ കൂടുതൽ പ്രതിരോധം വീണ വിജയൻ വിഷയത്തിൽ ഇവിടെ CPM തീർക്കുന്നുണ്ടോ? നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഏതാണ്ട് അതിനകത്ത് മറുപടിയുമുണ്ട്. CPM-നകത്ത് രണ്ട് നീതിയുണ്ടോ എന്ന് സ്വാഭാവികമായും ആളുകൾ സംശയിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടിയേരിയുടെ മക്കൾക്കെതിരെ, അത് ബിനോയ് ആകട്ടെ ബിനീഷ് ആകട്ടെ, ആരോപണങ്ങൾ വന്ന സമയത്ത് കോടിയേരി എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാട് എൻ്റെ മക്കൾ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയാൻ അദ്ദേഹം നിർബന്ധിതനായിട്ടുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി ഇടപെട്ടിട്ടില്ല, മക്കൾക്ക് വേണ്ടി സംസാരിച്ചില്ല എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മക്കൾ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ തന്റെ മക്കൾക്ക് കിട്ടില്ല, അതിന്റെ ആവശ്യമില്ല, അവർ വ്യക്തിപരമായി ആ കേസിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ രക്തചുരുക്കം. എന്ന് മാത്രമല്ല, CPM-ലെ ഒരു നേതാവും അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ചിലരൊക്കെ ഭംഗ്യം നിലയാണ് അതിനെ വിമർശിക്കുകയും ചെയ്തു. പക്ഷേ പിണറായി വിജയന്റെ മകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് നേരെ മറിച്ചാണല്ലോ. വീണ വിജയൻ എന്ന് പറയുന്ന CPM-വുമായി നാളിതുവരെ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. വീണയ്ക്ക് CPM-വുമായുള്ള ബന്ധം എന്ന് പറയുന്നത് വീണയുടെ അച്ഛൻ ഈ പാർട്ടിയുടെ നേതാവാണ് എന്നുള്ളത് മാത്രമാണ്. സത്യത്തിൽ കോടിയേരിയുടെ മക്കളെ സംബന്ധിച്ച് അതല്ല. അവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തൊക്കെ ബിനീഷും ബിനോയും ഒക്കെ പൊളിറ്റിക്കൽ ആക്ടിവിസത്തിന്റെ ഭാഗമായിരുന്നു. SFI സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ വീണയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പാശ്ചാത്തലവും ഇല്ലാത്ത വീണയെ ന്യായീകരിക്കാൻ ഇവിടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തൊട്ട് പാർട്ടി സെക്രട്ടറി തൊട്ട് ഏറ്റവും താഴേക്കിടയിലുള്ള സഖാവ് വരെ, സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കൾ വരെ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം. ഇപ്പൊ വീണ വിജയൻ പിണറായി വിജയന്റെ മകളായതുകൊണ്ട് വേട്ടയാടപ്പെടുന്നു എന്നൊക്കെ പറയുന്നവരുടെ ഒരേ ഒരു ചോദ്യം വിശദീകരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നം. എന്താണ് വീണ എന്ന് പറയുന്ന സംരംഭകയുടെ സംരംഭം? ഇവിടെ ഇത് സംരംഭകത്വത്തിനെതിരെയുള്ള ഒരു വനിതാ സംരംഭകയ്ക്കെതിരെയുള്ള പ്രശ്നം എന്നൊക്കെ പലരും പറയുന്നുണ്ടല്ലോ. അവർ ഈ പറയുന്ന കേരളത്തിൽ ഒരു പുതിയ തരത്തിലുള്ള നിരവധി സംരംഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സംരംഭകരുണ്ട്, വനിതാ സംരംഭകരുണ്ട്, അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ വീണയെ സംബന്ധിച്ച് നമുക്ക് അവരുടെ സംരംഭം എന്താണെന്ന് അറിയില്ല, അവരുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന അവർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്തോ സേവനങ്ങളുടെ ദാതാവ് എന്ന നിലയ്ക്ക് അവരെ കുറിച്ച് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ പറയുന്ന കരിമണൽ കർത്തായുടെ കമ്പനിക്ക് വിദ്യാഭ്യാസവുമായി എന്താണ് ബന്ധം എന്ന് നമുക്കറിയില്ല. മൊത്തത്തിൽ ദുരൂഹമായൊരു ഇടപാട്. ഇത് വീണ വിജയന്റെ കമ്പനി മാത്രമല്ല, CPM നേതൃത്വത്തെ മൊത്തം ദുരൂഹതയിലേക്ക് നയിക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുന്നു. ഒരു പാർട്ടിയുടെ നേതാവിന്റെ മകൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം, CPM 64 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിയുടെ നേതാവിന് മകൾക്ക് വേണ്ടി പാർട്ടിയുടെ സംവിധാനം മുഴുവൻ രംഗത്ത് വരിക, അതിന്റെ റാങ്ക് ആൻഡ് ഫയൽ മുഴുവൻ അതിനുവേണ്ടി പോരാടുക. ജ്യോതി ബസുവിന്റെ മക്കൾക്കെതിരെ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് പാർട്ടിയുടെ വേറൊരു തരത്തിലുള്ള ധാർമ്മികമായ നിസ്സഹായ അവസ്ഥയുടെ സൂചകമായി കുറെ കാലം CPM-നെ തന്നെ തുറച്ചു നോക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം. ശരി, വരാം, താങ്കളിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്,
ഈ വീണ വിജയനെതിരെ മാത്രം എന്തെങ്കിലും തരത്തിലുള്ള ആരോപണം ഉയരുമ്പോൾ, പരാതി ഉയരുമ്പോൾ, കേസുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ CPM വല്ലാതെ വ്യഗ്രതപ്പെടുന്നുണ്ടല്ലോ. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് അനുവ് മനസ്സിലാക്കേണ്ടത്, കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വിഷയത്തിനെ കുറിച്ച് ഇവിടെ സംസാരം ഉണ്ടായി. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ മയക്കുമരുന്ന് കേസിലെ പ്രതികൾക്ക് പണം നൽകി, കള്ളപ്പണം നൽകി എന്നുള്ള ആരോപണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ആരോപണം പുറത്തു വന്ന ഉടനെ തന്നെ, ഒട്ടും താമസിക്കാതെ തന്നെ ബഹുമാനപ്പെട്ട കോടിയേരി പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞു, തന്റെ മകനുമായപ്പെട്ട എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അത് ആ മകൻ തന്നെ തീർക്കണം, തനിക്ക് യാതൊരു തരത്തിലും ബന്ധമില്ല, താനോ പാർട്ടിയോ ഇക്കാര്യത്തിൽ യാതൊരു കാരണവശാലും ബന്ധപ്പെടില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ആദ്യമേ തന്നെ ഈ വിഷയത്തിലുള്ള തന്റെ അഭിപ്രായം പറഞ്ഞു. അത് കോടിയേരിയുടെ ഏറ്റവും വലിയ മഹത്വമാണ്. ഇവിടെ വീണ വിജയനെ കുറിച്ച് എന്താണ് വിഷയം? വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സംരംഭകയാണ്. വീണ വിജയൻ CMRൽ ഒരു സേവനം നൽകിയതിന്റെ പേരിലുള്ള പ്രതിഫലം വാങ്ങി ഏതാണ്ട് 75 ലക്ഷം കോടിയോളം രൂപ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും അതിൽ 16 കോടി രൂപ മാധ്യമങ്ങൾക്കും കുറെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി വീതിച്ചു നൽകി. അതിൽ ഏറ്റവും കൂടുതൽ, അതായത് അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ടാക്സ് എക്സംപ്ഷൻ നൽകിയാണ് ആ വിഷയങ്ങൾ ടാക്സ് കമ്മീഷൻ അത് ഒത്തുതീർപ്പിലെത്തിയത്. എന്നാൽ ഇതിൽ ബാങ്കിലൂടെ തന്നെ, അതായത് വ്യവസ്ഥാപിത മാർഗത്തിലൂടെ ഈ മണി ട്രാൻസാക്ഷൻ ലഭിച്ച് അതൊരൊറ്റ വ്യക്തിയുള്ളത് വീണ വിജയനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് യാതൊരു ദുരൂഹതയില്ല. അവർ സേവനത്തിന് പൈസ വാങ്ങി. പക്ഷെ പ്രശ്നം അതിലൊക്കെ അപ്പുറത്തേക്കാണ്. അതായത് വീണ വിജയൻ നടത്തുന്ന ഒരു സംരംഭത്തിന് അവർ വ്യവസ്ഥാപിതമായ രീതിയിൽ, കൃത്യമായ രീതിയിൽ ത്രൂ ബാങ്കിലൂടെ പണം വാങ്ങിയതിന് അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ ചാർത്തുകയും CPMനെ അതിലൂടെ വേട്ടയാടാൻ ശ്രമിക്കുന്ന നാടകങ്ങളെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ CPM ചോദ്യം ചെയ്യുന്നത്. കേരളത്തിന്റെ CPMന്റെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയും ഗോവിന്ദ മാഷ് ഇന്നലെ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അവരെന്തു സേവനമാണ് നൽകിയെന്നുള്ളവരും അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ പറയേണ്ടത് അവരാണ്. അത് അവരാണ് പറയേണ്ടതെന്നും ഗോവിന്ദ മാഷ് പറഞ്ഞപ്പോൾ ഈ സംശയങ്ങളെല്ലാം മാറി. പക്ഷെ പാർട്ടിയെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ശ്രീ റജി ലൂക്കോസ്, അതായത് ഇതിപ്പോ മുഖ്യമന്ത്രിയുടെ മകൾ, അത് മാത്രമാണ് വീണ വിജയൻ. വീണ വിജയൻ പാർട്ടിക്കാരിയല്ല. അപ്പോൾ പാർട്ടിക്കാരിങ്ങനെ ഇപ്പോ ഗോവിന്ദ മാഷ പോലെയുള്ള നേതാക്കളൊക്കെ ഇങ്ങനെ വരി നിന്നുകൊണ്ട് ഇതിൽ പ്രതിരോധം തീർക്കേണ്ടതുണ്ടോ? ഇനിയിപ്പോ അവര് നിയമപരമായ വഴിയിലൂടെ, നേരായ വഴിയിലൂടെയാണ് ഇടപാടുകൾ നടത്തിയതെങ്കിൽ അത് അവർക്ക് പോയി തെളിയിക്കാമല്ലോ. അപ്പൊ അതിനെ ആ ഒരൊറ്റ വാക്കിൽ നിർത്താവുന്നതല്ലേ? ഇപ്പൊ കോടിയേരി പറഞ്ഞതുപോലെ ആ ഒരൊറ്റ വാക്കിൽ നിർത്താവുന്നതല്ലേ? അല്ലാതെ ഇതൊരു സംരംഭകയെ തകർക്കുന്നതിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ആ രീതിയിലേക്ക് വലിച്ചിഴിച്ച് കൊണ്ടുപോകുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. അല്ല, ആ ചോദ്യം ചോദിക്കേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷത്തിനോടും ആണ് ചോദ്യം ചോദിക്കേണ്ടത്. കാരണം ഇതിനെ രാഷ്ട്രീയപരമായ രീതിയിലുള്ള ഒരു അറ്റാക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ആവശ്യമാണ്, കടമയാണ്, ബാധ്യതയാണ്. അത് ചെയ്തിരിക്കും. അല്ലാണ്ട് വീണ വിജയൻ അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ കോടിയേരിയുടെ പ്രതിരോധം, ആ പ്രതിരോധം മുന്നിലുണ്ട്. അന്ന് അദ്ദേഹം പ്രതിരോധം തീർക്കുകയായിരുന്നില്ല, കൈയൊഴിയുകയായിരുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മകൻ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നു. ഇവിടെ ഇപ്പൊ അതല്ല. ഇതിപ്പോ സംഘപരിവാർ അജണ്ടയാണ് എന്ന് പറയുന്നു. പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ തകർക്കാനുള്ള ശ്രമമാണ്, അതുവഴി മുഖ്യമന്ത്രിയെ തകർക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേതാക്കൾ അണിനിരന്നുകൊണ്ട് ഇങ്ങനെ പ്രതിരോധം തീർക്കേണ്ടതുണ്ടോ? ഈ ഒരൊറ്റ വാക്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടത്തട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതല്ലേ? എന്താണ് അപ്പോ അതും ഇതും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ബിനീഷ് കോടിയേരി വിഷയത്തിലൊന്നും ഈ രീതിയിൽ പ്രതിപക്ഷം ആയുധമായി ഉന്നയിച്ചപ്പോഴും ഇങ്ങനെ CPM നേതാക്കൾ വരിവരിയായി നിന്നുകൊണ്ട് ഇങ്ങനെ പ്രതിരോധം തീർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശ്രീ റജി ലൂക്കോസ് കണ്ടിട്ടുണ്ടോ? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഈ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ പേരിൽ ആരോപണം ഉയർന്ന അന്ന് തന്നെ വൈകുന്നേരം 3 മണിക്ക് അദ്ദേഹം AK സെന്ററിൽ പത്രസമ്മേളനം നടത്തി തന്റെ മകന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം കൈയൊഴിഞ്ഞു. ഞാനോ പാർട്ടിയോ ഈ കാര്യത്തിൽ ഇടപെടില്ല, അയാൾ സ്വതന്ത്ര വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കിനാണ് സ്വതന്ത്ര വ്യക്തിത്വമാണ്. അവർക്ക് അയാൾ തന്നെ അയാളുടെ കേസിൽ നിന്നും ഉള്ള നടപടിക്രമങ്ങളായിട്ട് അയാൾ തന്നെ ഏറ്റെടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. അത് വളരെ കൃത്യമല്ലേ? ഇവിടെ ഇപ്പൊ നിങ്ങളാരും പറയുന്നതല്ലോ വിഷയം. ഇവിടെ അനൂപ് ചൂണ്ടിക്കാണിച്ച് മാത്രമല്ല വിഷയം. ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു. 2-3 മാസമാണ് യഥാർത്ഥ കാലാവധി തീരാനുള്ളത്. അത് മിക്കവാറും ഫെബ്രുവരി അവസാനത്തോടുകൂടി തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ, ഇന്ത്യയിലെ CPM ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിലെ പാർട്ടിയെയും സംസ്ഥാന സർക്കാരിനെയും 2021 മുമ്പ് നടത്തിയ നാടകങ്ങളെല്ലാം വീണ്ടും ആവർത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഞങ്ങളത് കൈയും കെട്ടി നോക്കി നിൽക്കണം, മിണ്ടാതിരിക്കണോ? ഞങ്ങൾ പ്രതിരോധിക്കും. 2021 മുമ്പിൽ മുഖ്യമന്ത്രിക്ക് പറഞ്ഞതുപോലെ ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തിയ അക്കാര്യത്തിൽ ഒരു കാര്യം പറയാമല്ലോ. ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. ആര് പറഞ്ഞു മിണ്ടിയിട്ടില്ല എന്നുള്ളവരും ഈ പുതിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടില്ല. അനൂപ് കേട്ടോ? അല്ലല്ല, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ചോദ്യം എന്നോടാണല്ലോ, അനുമോടെ നിൽക്കട്ടെ.
അല്ല, പറയൂ ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയിരിക്കട്ടെ. ഈ വിഷയം പുറത്തു വന്ന്, അതായത് ഈ വിഷയം പുറത്തു കൊണ്ടുവന്നപ്പോഴാ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ 3 ദിവസം മുമ്പ് ഒരു മാധ്യമം ഇത് പുറത്തു കൊണ്ടുവന്നു, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് ആ രീതിയിലുള്ള ആക്രമണം എല്ലാം നടന്നു. വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ED മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇത് കൊട്ടിഘോഷിക്കുന്നു. പിണറായി വിജയൻ എന്തിനാ ഇതിനെല്ലാം മറുപടി പറയണേ? പിണറായി വിജയൻ പറയേണ്ട മറുപടി നിയമസഭയിൽ പറഞ്ഞു. മാത്യു കുഴൽനാടന് മറുപടിയായിട്ട് പിണറായി വിജയൻ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങളാരും അത് കേട്ടില്ലേ? രാവിലെയും വൈകുന്നേരം ആരെങ്കിലും വന്ന് പുലഭ്യം പറയുന്നതിനൊക്കെ മറുപടി പറയുവാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ജോലി എന്ന് പറഞ്ഞ്? അത്തരം രാഷ്ട്രീയപരമായ അറ്റാക്കിന് ED പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ ഈ രീതിയിലുള്ള നെറികെട്ട രീതിയിലുള്ള 2021 ആവർത്തനം വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ടൊരു പൊളിറ്റിക്കൽ ധാർമ്മികതയുള്ള, രാഷ്ട്രീയ ധാർമ്മികതയുള്ള, ജനാധിപത്യ ബോധമുള്ള ഒരു പാർട്ടിക്ക് ചേർന്നതാണ്. അത് ഞങ്ങൾ നിർവഹിക്കുന്നു. അത് നിങ്ങളെന്തിനാ ഹാലിളകുന്നത്? അനുബന്ധന ഹാലിളകുന്നത്? നിങ്ങളുടെ പ്രതിപക്ഷ കക്ഷികൾ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കോലാഹലം ഉണ്ടാക്കി നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ധൈര്യമില്ല. കാരണം എന്തുകൊണ്ടാ? ഇതിനകത്ത് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചത്, കള്ളപ്പണം വാങ്ങിച്ചത് നിങ്ങളുടെ നേതാക്കന്മാരാണ്. PV എന്ന പേര് നിങ്ങളിവിടെ ആഘോഷിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ഞാൻ 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം മറുപടി കൊടുത്തു. അപ്പൊ ഈ വിഷയം തീരണ്ടല്ലേ? വിഷയം നീട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നവരാ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ, ചില മാധ്യമങ്ങളുമാ. കേരളത്തിലെ ജനകീയ അടിത്തറയുള്ള ഒരു സർക്കാരിനെയും അതിനെ നയിക്കുന്ന രാഷ്ട്രീയ കക്ഷിയെയും ജനങ്ങളുടെ മുമ്പിൽ കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്ന് കേന്ദ്ര ഏജൻസികളാൽ വേട്ടയാടപ്പെടുമ്പോൾ ധാർമ്മികത ഉണ്ടെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടി അതിന് എതിരെ പ്രതികരിക്കേണ്ടതാ. കാരണം അവരുടെ 3 നേതാക്കൾ ജാമ്യത്തിലാണ്. അവരുടെ പ്രിയങ്ക എന്ന് പറയുന്ന നേതാവ് അറസ്റ്റിന്റെ വക്കിലാണ്. അവരെ കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും 600 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടിൽ ഇപ്പോൾ ജാമ്യത്തിലാണ്. കേരളം വിട്ടാൽ ഇതിനൊക്കെ എതിരാ. കേരളത്തിലേക്ക് വരുമ്പോൾ ഇവരെ ഈ ഏജൻസികൾ അനുകൂലമാണ്. ഈ ഇരട്ടത്താപ്പിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? വീണാ വിജയന്റെ പേരിലുള്ള ഇതുപോലുള്ള ഒരു ആരോപണം അവരെന്ത് സേവനം ചെയ്തിട്ടാണ്? അത് അവര് തെളിയിക്കട്ടെ, അവര് പറയട്ടെ എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ വിഷയത്തിലൊരു ഈ രീതിയിലുള്ള ഒരു ഒരു വക്രീകരണത്തിലൂടെ ഈ ചർച്ചകളെല്ലാം കൊണ്ടുവന്നത്, ഇതുപോലെ വാർത്തകൾ ചമിക്കുന്നത്? ആരെങ്കിലും ആ കാര്യത്തിൽ വീണാ വിജയനെ പിന്തുണച്ചോ? ഇല്ലല്ലോ. വീണാ വിജയൻ നേരിട്ട് വിവരങ്ങൾ വെളിപ്പെടുത്തിട്ട് അവരെന്ത് സേവനമായോ എന്നുള്ളത് അത് പാർട്ടിയുടെ വക്രീകരിച്ചതല്ല. ഈ ഓരോ വാർത്തകൾ വരുന്ന സമയത്ത്, ഓരോ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അപഗ്രഥിക്കുന്ന സമയത്ത് തോന്നിയ കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, വീണാ വിജയനെ ആരും ന്യായീകരിച്ചില്ല എന്ന്. അങ്ങനെ പറയരുത്. ഈ LDF കൺവീനർ തന്നെ പറഞ്ഞു, ഒരു സംരംഭകയെ തകർക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അത് വീണാ വിജയനെ പിന്തുണയ്ക്കുന്നതല്ലേ? ശ്രീ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇതുകൂടെ കേട്ടിട്ട് അങ്ങോട്ട് നോക്കൂ. ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ടാക്സ് ഇല്ലാതെ ഡയറക്റ്റ് ട്രാൻസാക്ഷൻ നടത്തിയതിൽ നിന്നും വീണാ വിജയൻ മാത്രമേ മാറി നിൽക്കുന്നുള്ളൂ. അവര് ബാങ്കിലൂടെയാണ് പണം വാങ്ങിച്ചത്. അത് തികച്ച ന്യായമല്ലേ? 1 ഡേ സെറ്റിൽമെന്റിലൂടെ ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് നടത്തി. അത് ഇൻകം ടാക്സ് അംഗീകരിച്ചു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ റെജി ലൂക്കോസ്, RSUയുടെ റിപ്പോർട്ടിൽ അത് കൃത്യമായി ക്ലാരിഫൈ ചെയ്യാൻ വീണാ വിജയന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ താങ്കൾക്ക് സമയം തരാം. അനൂപിലേക്ക് ഒന്ന് പോകുന്നു. അനൂപ്, ഇതിപ്പോ ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയൊക്കെ ഇങ്ങനെ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് അതിനൊക്കെ മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പൊ എങ്ങനെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ ഇനി ഇപ്പോൾ വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തി കാണിക്കുന്നുണ്ട്? അപ്പോൾ ഈ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന തരത്തിലാണോ ഇതിനെ കാണേണ്ടത്? ഇല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ ബാധ്യസ്ഥനാണ്. അതിന് അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ അർത്ഥമുണ്ട്. പിന്നെ അദ്ദേഹം വലിയൊരു കാര്യമായി അവതരിപ്പിക്കുന്നത് നിയമസഭയിൽ ഈ പറയുന്ന പിണറായി വിജയൻ മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉദാരതയൊന്നുമല്ല. നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അടിയന്തര പ്രമേയത്തിന് അനുമതി നേടിക്കഴിഞ്ഞാൽ, ആ പ്രശ്നം നിയമസഭ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സഭാ നേതാവായ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. അതെന്തോ വലിയൊരു കാര്യമായി നിയമസഭയിൽ മറുപടി പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നതിലെ ഒരു തമാശയാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഒഴിച്ചു നിർത്തിയാൽ ഒരു ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന, പുതിയ വിവരങ്ങൾ പുറത്തു വരുന്ന, പുതിയ വാർത്തകൾ നിങ്ങളടക്കം കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, പിണറായി വിജയൻ എന്ന് പറയുന്ന വീണയുടെ അച്ഛൻ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള വസ്തുത എനിക്കും നിങ്ങൾക്കും അറിയുന്നതാണ്. പിന്നെ അദ്ദേഹം പറയുന്ന വളരെ ബോധപൂർവം
സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്ക് വേണമെങ്കിൽ സംഭാവന സ്വീകരിക്കാം. ഏത് മുതലാളിയുടെ, ഏത് വ്യവസായിയുടെ കയ്യിൽ നിന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് സംഭാവന സ്വീകരിക്കാം. അതിന് ടാക്സ് റിഡക്ഷൻ ഉണ്ട്. ഈ വീണ വിജയനും ഒരു സേവനത്തിന് പണം ഈടാക്കി ആ സേവനം വിൽക്കാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇപ്പോൾ പോലും എന്താണ് വീണ വിജയന്റെ സേവനം എന്ന് വിശദീകരിക്കാൻ എനിക്കോ നിങ്ങൾക്കോ റെജു ലൂക്കോസിനോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കോ പറയാൻ കഴിയുന്നില്ല. ഇത് നിരന്തരം പത്രസമ്മേളനങ്ങൾ നടത്തി വിശദീകരിക്കേണ്ട സേവനം എന്താണ് എന്ന ഒറ്റ വാക്കിൽ ക്ലോസ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ്. 75 ഈ പറയുന്ന വലിയ തുകയ്ക്ക് കൊടുക്കാവുന്ന എന്ത് സേവനമാണ്, എന്ത് പ്രൊഡക്റ്റാണ് വീണ വിജയൻ വിപണനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തീരാവുന്നത്ര ലളിതമാണ്. പക്ഷെ അത് പറയാൻ കഴിയില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. അതിനാണ് ഈ പറയുന്ന CPM-ന്റെ മുഴുവൻ മനുഷ്യ വിഭവശേഷിയും അതുപോലെ ന്യായീകരണ സംവിധാനങ്ങളും വീണയെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നത്. ഒരു ഘട്ടത്തിൽ റെജി ലൂക്കോസ് പറയുന്നു, വീണയെ ഞങ്ങൾ ന്യായീകരിക്കില്ല, വീണ വിശദീകരിക്കട്ടെ എന്ന് പറയുന്നു. മറുവശത്ത് LDF-ന്റെ കൺവീനർ EP ജയരാജൻ അവരെ വലിയൊരു സംരംഭകയായി അവതരിപ്പിക്കുന്നു. എന്താണ് സംരംഭം? നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ആശയമുണ്ടെങ്കിൽ, പൈസ പോലും വേണമെന്നില്ല, നിങ്ങൾക്കൊരു ആശയമുണ്ടെങ്കിൽ, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംരംഭകയാകാം. അങ്ങനെ ഒരു സംരംഭക സംസ്കാരം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. പക്ഷെ അവർ തുറന്നു പറയണം, എന്താണ് വീണ ഇവിടെ അവതരിപ്പിച്ച നവീനമായ ആശയം, എന്താണ് അതിന്റെ ഒരു പ്രൊഡക്റ്റ് വാല്യൂ എന്ന് പറയുന്നത്, അതിന് കിട്ടുന്ന വരുമാനം എന്താണ്. വീണ വളരെ കൃത്യമായത് പറഞ്ഞാൽ അവർക്ക് ഈ സന്ദർഭം പോലും അവരുടെ പ്രൊഡക്റ്റിന്റെ പരസ്യത്തിന് വേണ്ടി വിനിയോഗിക്കാം. പക്ഷെ ഇതെന്താണ് സംരംഭം എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഹർഷത് മേത്തയുടെ ഓഹരി കുംഭകോണത്തെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. വളരെ വായുവിൽ ഒരു കമ്പനി ഉണ്ടാക്കുന്നു, അതിന് ചുറ്റിപ്പറ്റി ഊഹമൂലധനം ഉണ്ടാക്കുന്നത് പോലെ വീണ വിജയന് ഉള്ള ഏക മൂലധനം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നത് മാത്രമാണ്. അവർക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഒരു കമ്പനി ഇല്ല, ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഇല്ല. ഈ പറയുന്ന കടലാസിൽ മാത്രമുള്ള കമ്പനിയും കടലാസിൽ മാത്രമുള്ള പ്രൊഡക്റ്റും വെച്ച് പിണറായി വിജയനെയാണ് വിപണനം ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ചോദ്യം. വീണ വിജയന് സ്വതന്ത്രമായപ്പോൾ കേരളത്തിൽ തന്നെ പല രാഷ്ട്രീയ നേതാക്കളുടെ മക്കളും ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്. അതിനെ ആരും വിമർശിക്കുന്നില്ലല്ലോ, അത് വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ. അച്ഛൻ അല്ലെങ്കിൽ തങ്ങളുടെ രക്ഷാകർത്താവ് ഒരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നു, പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് മകൾക്ക് ഈ പറയുന്ന ഉത്പാദനപരമായ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാൻ കഴിയില്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല. പക്ഷേ ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിണറായി വിജയനാ, CPM-ന്റെ ചെലവിലാണ് നടത്തുന്നത്. അപ്പോൾ ഇത് ഭരണത്തിന്റെ അവിഹിതമായ സ്വാധീനം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ തണലിൽ നടത്തുന്ന ഒരു അധികാര ദുർവിനിയോഗത്തിനെതിരെ പ്രതിപക്ഷം പറയുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ? വ്യക്തമാണ് അനൂപ്. അതിനുള്ള മറുപടി നമുക്ക് റെജി ലൂക്കോസിലേക്ക് പോകാം. രണ്ടുപേരിലേക്ക് വരാം, പക്ഷെ നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് വീണ വിജയനെതിരെ ഒരു പരാതി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആരോപണം വരുന്ന സമയത്ത് പ്രതിരോധത്തിന് വേണ്ടി CPM നേതാക്കൾ ഇങ്ങനെ വരിവരിയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? മുൻപ് ബിനോയ് കോടിയേരി വിഷയത്തിലൊന്നും ഈ രീതിയിലുള്ള പ്രതിരോധം CPM നേതാക്കൾ തീർത്തിരുന്നില്ലല്ലോ. അപ്പോൾ ഈ വിഷയത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റെജി ലൂക്കോസും BR അനൂപും നമുക്കിപ്പോൾ റെജി ലൂക്കോസിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, അനൂപ് പറയുന്നത് മുഖ്യമന്ത്രി എന്ന ബ്രാൻഡിനെ മുൻനിർത്തിക്കൊണ്ട് ആ ബ്രാൻഡിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇടപാടാണ് വീണ നടത്തിയത്, അതുകൊണ്ടാണ് പ്രതിപക്ഷം അതെടുത്ത് പറയുന്നത് എന്നുള്ളതാണ്. എന്താണ് താങ്കളുടെ മറുപടി? അല്ല, മുഖ്യമന്ത്രി ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ മുൻനിർത്തിയാണ് വീണ വിജയൻ ഇങ്ങനെ ഇടപാട് നടത്തിയതെങ്കിൽ ഏത് ബ്രാൻഡിനെ മുൻനിർത്തിയാണ് ഈ പറയുന്ന PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ കോടികൾ കൈപ്പറ്റിയത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചർച്ച ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് നൽകിയിരിക്കുന്ന കൂടുതൽ ടാക്സ് എക്സംഷനെ കുറിച്ച് നിങ്ങൾ ആരും ഡിബേറ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അതും ഡിബേറ്റിലേക്ക് വരുന്നുണ്ടേ? എന്തുകൊണ്ടാണ് അവർ ത്രൂ ബാങ്ക് വ്യവസ്ഥാപിത മാർഗത്തിൽ അവരിലേക്ക് പണം എത്താതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? വീണ വിജയൻ ഒരു സംരംഭകയായതുകൊണ്ട് അവർ കൃത്യമായി മുഴുവൻ പണവും അവർക്ക് ലഭിച്ച സേവനത്തിന്, അവർക്ക് ലഭിച്ച പ്രതിഫലം മുഴുവനും ബാങ്കിലൂടെയാണ് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. ഈ ROC എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ ഈ ROC എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണ ഏജൻസി ഒന്നുമല്ല. 4 മാസത്തെ അന്വേഷണത്തിന് തമ്പരികാര വകുപ്പ് ഉത്തരവിട്ടപ്പോൾ അത് വളരെ വ്യക്തമല്ലേ? പിന്നെ വീണ വിജയനിലൂടെ കംപ്ലീറ്റ് കാര്യങ്ങളും അതിന്റെ ടാക്സും എല്ലാം പിന്നെ വൺ ടൈം സെറ്റിൽമെന്റിലൂടെ തീർത്ത ഒരു ട്രാൻസാക്ഷൻ അല്ലെ പ്രതിഫലത്തെ കുറിച്ച് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചോർത്തി കൊടുക്കുകയും അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയ ഈ ഏജൻസികൾ വാസ്തവത്തിൽ ലക്ഷ്യപ്പെടുന്ന എന്താണ്? കേരളത്തിലെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട
ഇത്തരം ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ പോലും ജനങ്ങൾ 8 സീറ്റ് അധികം നിലയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ ആ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണെന്നുള്ളവർ ഈ അനൂപൊക്കെ എന്താണ് മനസ്സിലാക്കാത്തത്? ഇന്ത്യയിൽ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി, ആസാം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നു 10 വർഷത്തേക്ക് ഇനി BJP അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു എതിരാളി പോലും ഇല്ല. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലാതാകും, ഇന്ത്യയിൽ ചില പ്രാദേശിക സ്ഥലങ്ങളിൽ മാത്രമേ ഇനി കോൺഗ്രസ് ഉണ്ടാവൂ എന്ന് പറഞ്ഞ കേന്ദ്രം ഭരിക്കുന്ന BJP നേതാക്കന്മാരുടെ മുമ്പിൽ പഞ്ചപുച്ഛം അടച്ചുകൊണ്ട് കേരളത്തിലെ ബിസിലെ CPM-നെ തകർക്കാനായിട്ട് വാതിറക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് അനൂപിനെ പോലുള്ളവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ജനാധിപത്യ ഹത്യക്ക് കൂട്ടുനിൽക്കുന്നവര്. നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ചെയ്യുന്ന പാർട്ടിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയെയും 50+30 80 മണിക്കൂർ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തു. ഇപ്പോൾ ജാമ്യത്തിലാണ്. ഒരക്ഷരം ഇവരാരും മിണ്ടിയിട്ടില്ല, ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. സോണിയാഗാന്ധി ആകെ ചെയ്തത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഒരു ലേഖനം എഴുതി. അത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, പ്രതിപക്ഷത്തെ മുഴുവൻ സംസാരങ്ങൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വേട്ടയാടണമെന്ന് പറഞ്ഞു. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ശരി, ശ്രീ റെജി ലൂക്കോസിന്റെ പ്രതികരണമാണ് കേട്ടത്. അനൂപ്, അതിനുള്ള മറുപടി എന്താണ് അനൂപ്? അല്ല, ഇവിടെ സംഘപരിവാറിന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത് ആരാണെന്ന് നമ്മൾ എറണാകുളത്ത് കണ്ടു. പിണറായി വിജയന്റെ ശരീരഭാഷ എല്ലാവരും ചർച്ച ചെയ്തറിയാം. നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരുമ്പോൾ പിണറായി വിജയൻ സ്വീകരിക്കുന്ന ഒരു രീതി, പശ്ചിമ ബംഗാളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെ 3 ദശകങ്ങളിലേറെ നയിച്ച ജ്യോതി ബസുവിന്റെ ഈ ചരമവാർഷികത്തിന് പങ്കെടുക്കാതെ എറണാകുളത്ത് നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ മാത്രം അടുപ്പം പിണറായി വിജയന് വിധേയത്വം, അടുപ്പമെന്നല്ല, അടുപ്പം രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ അടുപ്പമൊക്കെ ആകാം. പക്ഷെ അതിനപ്പുറത്ത് രാഷ്ട്രീയമായ വിധേയത്വം പിണറായി വിജയൻ അവിടെ പ്രകടിപ്പിക്കുകയാണ്. സ്റ്റാലിൻ, മമത ഇവരൊക്കെ നരേന്ദ്രമോദിയോട് സ്വീകരിച്ച സമീപനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, രാഷ്ട്രീയ നേതാക്കൾ സംഭാവന സ്വീകരിക്കൂ, രാഷ്ട്രീയ നേതാക്കൾക്ക് സംഭാവന സ്വീകരിക്കാന്നേ. ഇപ്പൊ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന ആളാ, ഈ പാർട്ടി കൊണ്ടു നടന്നിരുന്ന ആളാ. അപ്പൊ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി സംഭാവന വാങ്ങിച്ചിട്ടുണ്ടാവുന്നാണ് പറഞ്ഞത്. ഇത് വീണ വിജയൻ CPM-ന് വേണ്ടി സംഭാവന സ്വീകരിച്ചൊരു പ്രശ്നമില്ല. CPM-ന് വേണ്ടി CPM-ന് സംസ്ഥാന കമ്മിറ്റി പിണറായി വിജയന്റെ മകളെ സംഭാവന സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഈ പറയുന്ന വീണ വിജയൻ അതിന്റെ ഇടനിലക്കാരിയാണോ? വീണ വിജയൻ ഒരു സംരംഭക എന്ന നിലയിൽ സ്വീകരിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. എന്താണ് ഇത്ര വലിയ സംരംഭം? നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ഇത് ഈ ദുരൂഹതയായി തുടരുന്നത് എന്താ? വീണ വിജയൻ എന്ന് പറയുന്ന സംരംഭക എവിടെ വെച്ചാണ് അവർ സംരംഭകയാകുന്നത്? നമുക്കറിയാം, കേരളത്തിൽ അല്ലെങ്കിൽ പല ബിടെക് കോളേജുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന IIT-കളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സംരംഭകരെ കുറിച്ച് നമുക്കറിയാം. ഒന്നുകിൽ അവരുടെ വിദ്യാഭ്യാസപരമായ അക്കാദമികമായ മികവിന്റെ അടിസ്ഥാനത്തിൽ സംരംഭകർ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ അക്കാദമികമായ അത്ര വലിയ മികവൊന്നും ഇല്ലാത്ത ആളുകളും അവരുടെ ഒരു ബ്രെയിൻ ബേബിയായി ഒരു പുതിയ സംരംഭം അവതരിപ്പിച്ച് മാർക്കറ്റ് ചെയ്ത് അങ്ങനെ സംരംഭകർ ഉണ്ടാകുന്നുണ്ട്. ഈ വീണ വിജയൻ എങ്ങനെയാണ് സംരംഭകയായത് എന്ന് നമുക്കറിയില്ല. അവർക്ക് ഒരു ദിവസം എഴുന്നേറ്റ് വന്നപ്പോൾ 100 കോടി രൂപ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്താണ് അവരുടെ സംരംഭം എന്ന് അവർ വ്യക്തമാക്കിയാൽ ഈ പറയുന്ന എനിക്കോ നിങ്ങൾക്കോ റെജി ലൂക്കോസിനോ CPM സംസ്ഥാന സെക്രട്ടറിക്കോ പോലും അറിയാത്ത ആ സംരംഭക ഈ പറയുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വീണ വിജയൻ വ്യക്തമാക്കിയാൽ കേരളത്തിലെ നിരവധി സംരംഭകർക്ക്, പുതിയ വരാൻ പോകുന്ന സംരംഭകർക്ക് അവർ വഴികാട്ടിയായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി VR അനൂപ്. റെജി ലൂക്കോസ് ഈ ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു ആരോപണം വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ ഇത്രമാത്രം നേതാക്കൾ രംഗത്തിറങ്ങുന്നത്? മുൻപ് സമാനമായി തന്നെ CPM-ലെ മറ്റ് നേതാക്കളുടെ മക്കൾക്കെതിരെ ആരോപണം ഉയർന്ന സമയത്തില്ലാത്ത ഒരു പ്രിവിലേജ് വീണയ്ക്ക് മാത്രം കിട്ടുന്നുണ്ടോ? ഇത് പരിശോധിക്കുകയായിരുന്നു ഈ